ക്രിസ്തുയേശുവിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ഇന്ന് ഡിസംബർ മാസം 13-ാം തീയതി. സഭ 25 നോമ്പ് ആചരിക്കുന്നതിൻ്റെ 13-ാം ദിനം. ഇന്നത്തെ നമ്മുടെ അല്പസമയത്തെ വചനചിന്തയ്ക്കായി ആധാരമായ വിഷയം ദൈവത്തിൻ്റെ കൈ അവനോടുകൂടെ ഉണ്ടായിരുന്നു എന്നതാണ്. അതിന് ആധാരമായ വേദഭാഗം വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 63 മുതൽ 66 വരെയുള്ള ഭാഗങ്ങളാണ്. തലകളെ വണക്കാൻ പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗ്ഗ നല്ല പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അടിയൻ അവിടുത്തെ വചനവുമായിട്ട് അവിടുത്തെ സന്നിധിയിൽ നിൽക്കുന്നു. അടിൻ്റെ നാവോടുകൂടി ഇരിക്കുമാറാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം. സകലവും യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ. യോഹന്നാൻ സ്നാപകൻ്റെ ജനനമാണ് ഇവിടെ പരാമർശിക്കപ്പെടുന്നത്. യഹൂദ മലനാട് മുഴുവൻ കോരിത്തിരിച്ച് നിൽക്കുകയാണ്. എവിടെയും ചർച്ചകൾ ദൈവിക അരുളപ്പാടിനെക്കുറിച്ചും അത്ഭുതങ്ങളെക്കുറിച്ചുമാണ്. കാരണം ദൈവിക വചനത്തിൽ നിന്നും കേട്ടിട്ടുള്ളതും വായിച്ചിട്ടുള്ളതുമായ ദൈവിക അരുളപ്പാടുകൾ പാലസ്തീൻ്റെ മലനിരകളിൽ തുടർച്ചയായി കേൾക്കുന്നു. ദൈവത്തെയും ദൈവവചനത്തെയും കാത്തിരിക്കുന്ന ഭക്തരായ ആളുകൾ. ദൈവത്തിന് ഭൂമിയിലേക്ക് വഴിയൊരുക്കുവാൻ ഒരാൾ ജനിച്ചിരിക്കുന്നു. വിശുദ്ധ വേദപുസ്തകം യോഹന്നാനെപ്പറ്റി പറയുന്ന വിവരണങ്ങൾ സമാനതകളില്ലാത്തതാണ്. തികച്ചും വേറിട്ട വഴികളിലൂടെ നടന്നുപോയ ഒരു വിശുദ്ധൻ്റെ ജനനത്തെക്കുറിച്ചാണ് ഇന്നത്തെ വേദഭാഗങ്ങൾ നമ്മോട് സംസാരിക്കുന്നത്. ഈ വിശുദ്ധനെക്കുറിച്ച് ചില കാര്യങ്ങൾ നമുക്ക് പങ്കുവയ്ക്കാം. യോഹന്നാൻ ദൈവം അയച്ചിട്ട് വന്നതാണ്. ആഗമന കാലത്തെ ആദ്യ അരുളപ്പാട് യോഹന്നാനെക്കുറിച്ചുള്ളതായിരുന്നു. ഗബ്രിയദൂതൻ സക്കറിയാവിനോട് അറിയിച്ചതോത്, സക്കറിയാവെ, ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി നിന്റെ ഭാര്യ എലിസബത്ത് നിനക്കൊരു മകനെ പ്രസവിക്കും. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 6-ാം വാക്യത്തിൽ യോഹന്നാൻ കൃത്യമായി പറയുന്നുണ്ട്, ദൈവം അയച്ചിട്ടൊരു മനുഷ്യൻ വന്നു, അവന് യോഹന്നാൻ എന്ന് പേർ. ജന്മം കൊണ്ട് ശ്രേഷ്ഠത കൈവരിച്ചവനാണ് യോഹന്നാൻ. യോഹന്നാൻ എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ കൃപ. ദൈവം അയച്ച ആ മനുഷ്യൻ്റെ പ്രത്യേകതകൾ നമുക്ക് ശ്രദ്ധിക്കാം. വ്യത്യസ്തമായ ഒരു ദൗത്യത്തിന് ഉടമയായിരുന്നു യോഹന്നാൻ. എന്തായിരുന്നു യോഹന്നാൻ്റെ ജന്മ ഉദ്ദേശം? കർത്താവിന് വഴി ഒരുക്കുക മാത്രം. യെശയ്യാ പ്രവചനം ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നു, മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ വാക്കാണിത്, കർത്താവിൻ്റെ വഴി ഒരുക്കി അവൻ്റെ പാത നിരപ്പാക്കുവിൻ എന്നിങ്ങനെ പറഞ്ഞ അവൻ ഇവൻ തന്നെ. വഴിയൊരുക്കൽ വേദനാജനകമാണ്. കല്ലും മുള്ളും പെറുക്കി മാറ്റണം, ചിലപ്പോൾ ചെത്തിവെടുപ്പാക്കേണ്ടി വരും. വ്യത്യസ്തമായ ഒരു ജീവിത രീതിയുടെ ഉടമയായിരുന്നു യോഹന്നാൻ. അടിമുടി വഴി മാറി നടന്നവനാണ് യോഹന്നാൻ. ലോകം നടന്നതിന് വിപരീതമായി നടന്നവൻ. നിലവിലിരുന്ന സമ്പ്രദായങ്ങൾക്ക് വിപരീതമായി നിലകൊണ്ടവൻ. യോഹന്നാൻ ലോകത്തിന് അനുരൂപമാകാതെ വേറിട്ടിരുന്നു. എല്ലാവരും ചെയ്യുന്നതുകൊണ്ട് എനിക്കുമാകാം എന്ന അപകടകരമായ ചിന്തയാണ് ഇന്നത്തെ കാലത്തെ ഏറ്റവും വലിയ വിപത്ത്. നമ്മൾ കർത്താവിന് വേണ്ടി മാറ്റി നിർത്തപ്പെട്ടവരാണെന്നുള്ള ബോധ്യമാണ് ഓരോരുത്തർക്കും വേണ്ടത്. ജനിക്കാൻ പോകുന്ന പൈതലിനെപ്പറ്റി പറയുന്ന കേൾക്കുക, നിനക്ക് സന്തോഷവും ഉല്ലാസവും ഉണ്ടാകും. മാതാപിതാക്കൾക്ക് യഥാർത്ഥ സന്തോഷവും സമാധാനം തരുന്ന മകനായിരിക്കും. ലൂക്കോസ് 1-ാം അധ്യായം 66-ാം വാക്യത്തിൽ പറയുന്നത്, കർത്താവിൻ്റെ കൈ അവനോടുകൂടെ ഉണ്ടായിരുന്നു. ഒരു കുഞ്ഞിൻ്റെ അനുഗ്രഹീത വളർച്ചയെ സൂചിപ്പിക്കാൻ ലൂക്കോസ് ഉപയോഗിക്കുന്ന അതിമനോഹരമായ ഒരു പ്രയോഗമാണ്. മറ്റുള്ളവരെ പോലെ അല്ല ഞാൻ എന്ന ആത്മബോധം നമുക്കുണ്ടാകണം. ദൈവത്തിൻ്റെ കരം കൂടെയുണ്ട് എന്നതാണ് ഏറ്റവും ഭാഗ്യകരമായ അവസ്ഥയെന്ന് നമ്മുടെ മക്കളെ പഠിപ്പിക്കണം. കർത്താവിൻ്റെ കരം എൻ്റെ കുഞ്ഞിൻ്റെ കൂടെ ഉണ്ടെന്നുള്ള ആത്മവിശ്വാസം ഓരോ മാതാപിതാക്കളും നേടിയെടുക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജന്മ ഉദ്ദേശം എന്താണ്? ഭൂലോകത്തിലൊക്കെയും കർത്താവിൻ്റെ സാക്ഷിയാകുക, അതായത് കർത്താവിന് വഴി ഒരുക്കുക. കർത്താവിൻ്റെ സാക്ഷികളാകുന്ന ആളിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണ്? വ്യത്യസ്തമായ ദൗത്യം കൊണ്ടും വ്യത്യസ്തമായ ജീവിത രീതി കൊണ്ടും വ്യത്യസ്തമായ സന്ദേശം കൊണ്ടും യോഹന്നാൻ നമ്മെ വ്യക്തമായി ബോധ്യപ്പെടുത്തുന്നുണ്ട്. കർത്താവിന് വേണ്ടി മാറ്റി നിർത്തപ്പെട്ടവരാണ് നാം ഓരോരുത്തരും എന്ന ബോധ്യം ഈ നാളുകളിൽ നമുക്കുണ്ടാകണം. അങ്ങനെ ഈ ലോകത്തിന് അനുരൂപമാകാതെ യോഹന്നാനെ പോലെ വേറിട്ട വഴികളിലൂടെ കർത്താവിൻ്റെ വഴിവിട്ടുകാരാകാം. ദൈവത്തിൻ്റെ രക്ഷകരമായ പദ്ധതിയിൽ നമുക്കും പങ്കുചേരാം. ദൈവത്തിൻ്റെ കൈ യോഹന്നാൻ്റെ മേലുണ്ടായിരുന്ന പോലെ നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളിലും ദൈവത്തിൻ്റെ കരം നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള വിശ്വാസത്തിൽ നമുക്ക് ഒത്തുചേർന്ന് പ്രവർത്തിക്കാം. യോഹന്നാനെ പോലെ കർത്താവിൻ്റെ പാത ഒരുക്കുന്നവരായി നാം ഓരോരുത്തരും ആയി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ചെറിയ ധ്യാനത്തിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.